വേണ്ട, ഞാൻ കഴിച്ചോളാം. വേഗം വാങ്ങ്. മാറേ. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാ നടുക്കഷ്ണം തിന്നണമെന്നാ ചൊല്ലേ. ഇല്ല ചാടി, ഞാൻ മത്സ്യവും മാംസവും കഴിക്കില്ല. പച്ചക്കറി എന്ന് വെച്ചാ ഇവിടെ പാലും പഴവും വെണ്ണയും നെയ്യൊന്നും കിട്ടുകയില്ല. വല്ല ചേമ്പിന്റെ ഇലയോ വെളിയുടെ തണ്ടോ വെട്ടി മുറിച്ച് വേവിച്ച് ഉപ്പിട്ട് തരും. അതും കഴിച്ചോണ്ട് 6-7 കൊല്ലം ഇതിനകത്ത് കിടന്ന എല്ലും തോലും അല്ലാതെ ഈ തടി കാണുകയല്ല. പുറത്തിറങ്ങിയിട്ട് പലരോടും പ്രതികാരം ചെയ്യാനുണ്ടെന്നല്ലയോ പറഞ്ഞത്? അതിന് ശരീരത്തിന് ശക്തി വേണം, തടിമെടുക്ക്. ഇങ്ങനെ പട്ടിണി കിടന്നാൽ ശിക്ഷ കഴിയുന്നതിന് മുമ്പ് താൻ ഇതിനകത്ത് തന്നെ കിടന്ന് സിദ്ധി കൂടും. പ്രതികാരം തന്നോട് തന്നെ ആവും. ഇല്ലെങ്കിൽ കഴിക്ക്. ഇറച്ചിയായാലും മീനായാലും ജീവൻ നിലനിർത്താൻ വേണ്ടിയാ പറയുന്നത്. കഴിക്ക്. അല്ല, ഇതെന്താ ബാലുന്റെ കയ്യില്? ഇന്നലെ വരെ അശുദ്ധിയാണെന്നും പറഞ്ഞ് ഇയാൾ ഇറച്ചു തൊട്ടില്ലായിരുന്നല്ലോ. ഇന്നു മുതൽ തുടങ്ങുകയാണ് എന്റെ വ്രതം. വാക്കും ശരീരവും മനസ്സും ത്രിവിധകരണങ്ങളെ പാകപ്പെടുത്തുന്ന നിഷ്ഠ ബ്രാഹ്മണന് ഉപവാസം കൊണ്ട് നേടണമെന്നാണ് വിധി. ഞാനിത് തിരുത്തുന്നു. ഉറച്ച ശരീരത്തിലെ ഉറച്ച മനസ്സുണ്ടാവും. A sound mind only in a sound body. അപ്പന്റെ ആത്മഹത്യ തന്നെ എന്റെ അമ്മയെ ആകെ തീർത്തു. ആ മരവിപ്പിൽ എന്നെ പിരിഞ്ഞ വേദന എന്റെ അമ്മ അറിഞ്ഞെന്ന് വരില്ല. പക്ഷെ നാൻസിയുടെ കാര്യം അതല്ല. ഒരു ജീവിതം തുടങ്ങാനിരിക്കുകയായിരുന്നു ഞങ്ങൾ. അതിനിടയ്ക്കാണ്. വിഷമിക്കണ്ട ബാലു, നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയൊന്നും പ്രായമായില്ലല്ലോ. ജീവിതം പിന്നെയും ബാക്കിയില്ലേ? 7 വർഷത്തേക്കാണ് ശിക്ഷയെങ്കിലും കുഴപ്പമൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ ഇളവ് കിട്ടും. 4-5 കൊല്ലം കൊണ്ട് പുറത്തിറങ്ങാം. അതുവരെ ആ പെൺകുട്ടി കാത്തിരിക്കുമെങ്കിൽ സംശയിക്കേണ്ട ജാതി. ഞാൻ മരിച്ചാലും നാൻസി ജീവിതം മുഴുവൻ അവിവാഹിതയായിട്ട് കഴിയും. എങ്കിൽ ബാലു ഭാഗ്യവാനാണ്. ഈ കാലം വരെ എന്നെ കാത്തിരിക്കാൻ ഒരു പെണ്ണും തയ്യാറായില്ല. ഇല്ലെങ്കിൽ ഞാൻ അടുപ്പിച്ചില്ല. അപകടം പിടിച്ച ജോലിക്കിടയിൽ മാസങ്ങളോളം എനിക്ക് പുറംകടലിൽ കഴിയേണ്ടി വരും. പിടിക്കപ്പെട്ടാൽ ഇതുപോലെ ജയിലിലും. ഈ വേർപാട് സഹിച്ച് കളങ്കപ്പെടാതെ ജീവിക്കാൻ ഒരുത്തിക്കും കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ചാർലി ഇന്നും കുമാരനാണ്, കല്യാണം കഴിക്കാത്ത പയ്യൻ. എന്തായിരുന്നു ചാർലിയുടെ ജോലി? അത് കൊള്ളാം, ഇതുവരെ മനസ്സിലാക്കിയില്ലേ? വലിയൊരു കള്ളക്കടത്തുകാരന്റെ ചിറകെന്ന് പറയുന്നില്ല, തൂവലായിരുന്നു ഞാൻ. മയക്കുമരുന്ന് കടത്ത്. അതിലൊരു പൊതി എന്നെ ഇവിടെ എത്തിച്ചു 3 വർഷത്തേക്ക്. ആരാണ് എന്റെ ബോസ് എന്ന് കൂടി ബാലുവിന് അറിയണ്ടേ? നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചവരിൽ ഒരാൾ. പുറമെ എസ്റ്റേറ്റ് ഉടമയായി നടക്കുന്ന അവറാച്ചൻ. ബാലുവിനെ ആരോ കാണാൻ വന്നിട്ടുണ്ട്. പ്ലീസ്. നാൻസി എന്തിനിങ്ങോട്ട് വന്നു? നാൻസിയെ കാണാൻ
എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ കൊതിക്കുന്ന ഒന്നാണ് ഞാൻ. പക്ഷേ പക്ഷേ ഈ നിലയിൽ നാൻസി എന്നെ കാണരുത്. നിന്റെ ഈ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചു. എനിക്കതിന് വഴങ്ങാതെ നിവർത്തിയില്ല ബാലു. സമ്മതം വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. ബാലു എന്നോട് ക്ഷമിക്കണം. അതിന്റെ കാരണം കൂടി ബാലു കേൾക്കണം. വേണ്ട, ഒന്നും കേൾക്കണ്ട. ചാർലി പറഞ്ഞതാണ് ശരി. ഒരു പെണ്ണിനെയും വിശ്വസിക്കരുത്. I don't want to hear any explanations. Balu, get out of here. Balu, I said get out of here. വെറുതെ തടി ചീത്തയാക്കാമെന്നല്ലാതെ ഈ അഭ്യാസം കൊണ്ട് വലിയ കാര്യമില്ല. മതി, നിർത്താൻ. കല്യാണം കഴിഞ്ഞത് പിന്നെ തനിക്ക് ഈ ഗതി വന്നിരുന്നെങ്കിൽ അവൾ ഇതുപോലെ മറ്റൊരുത്തന്റെ കൂടെ അവൾ നേരത്തെ പോയത് ഭാഗ്യമെന്ന് കരുതിക്കും. തനിക്ക് ഈ ഗതി വരുത്തിയ വേറെ ചിലരുണ്ടല്ലോ പുറത്തിറങ്ങിയിട്ട് അവരോട് കാണിക്കീ പക. അതുവരെ ക്ഷമിക്കാം. പോരാ, കുറച്ചുകൂടെ അരിയണോ? മാവ് നല്ലോണം അരിഞ്ഞാലേ ഇഡ്ഡലിക്ക് സ്വാദുണ്ടാവൂ. ഇല്ലേ സാവിത്രിയമ്മേ? ആ വേഗം ആട്ടെ. എന്നിട്ട് വേണം അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ. വിശപ്പ് കയറിയ പിന്നെ ഇരുത്തി പൊറപ്പിക്കില്ല സന്താനങ്ങള്. ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നതിനെ പറഞ്ഞു വിട്ടു. വേലക്കാരിക്കും പിന്നെ ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കാൻ എവിടുന്നിട്ടാ? മക്കൾ 3 എണ്ണം വളർന്നു വരുന്നത്. ആ പാവത്തിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ച ശാപം കിട്ടും. ജാനു, ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. മൂക്ക് മുട്ട തിന്നുന്നുണ്ടല്ലോ 3 നേരവും. എടുക്കട്ടെ പണി കുറച്ചൊക്കെ. ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും ഇതൊക്കെ. വിഷമമൊന്നും വിചാരിക്കരുത്. ജാനുവിന് നല്ല സുഖമില്ലാത്തോണ്ടാ. സാരല്ല. കൈമള്, എനിക്കൊരു സഹായം ചെയ്യണം. എന്താ? എനിക്ക് എന്റെ മോനെ ഒന്ന് കാണും. ഒരു നോക്ക്, ഒരു വാക്കെങ്കിലും അവനോട് എനിക്ക് മിണ്ടണം. സാവിത്രിയമ്മ വേറെ ഒന്നും വിചാരിക്കരുത്. വേണ്ട, അവിടെ വരെ പോയിപ്പോ കണ്ടു തന്നെ വയ്ക്ക. എന്താ പ്രയോജനം? സാവിത്രിയമ്മയെ കാണുമ്പോ ബാലുവിന്റെ മനോവിഷമം കൂടും. അത്ര തന്നെ. വേണ്ട സാവിത്രിയമ്മ, വേണ്ട.